Good evening. Good evening. Good evening. Okay, thank you. വടക്കേ അമേരിക്കയിലുള്ളവർക്ക് ഗുഡ് ഈവനിങ്ങും ഇന്ത്യയിലുള്ളവർക്ക് ഗുഡ് മോർണിംഗും. Good morning. ദൈവം നമുക്ക് ഒരവസരം കൂടെ പ്രദാനം ചെയ്തതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും നമ്മുടെ ഈ ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്ന് ഇതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുന്ന കാര്യം മനസ്സിലാക്കുവാനും നമ്മുടെ ക്ലാസ് നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് ലോകത്തിലെ സാമ്പത്തിക, സാമൂഹിക, ധാർമ്മിക കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ലോകത്തിലാകമാലുള്ള മൂല്യച്യുതികൾ കാണുമ്പോൾ ഇനി അധിക സമയമില്ല. സാംസമിന കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തോട് ഇടപെടും. ഇതിനെല്ലാം ഒരു അന്ത്യം വരുത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നും ഇങ്ങനെ ഈ നിലയിൽ പോകാൻ സാധിക്കുകയില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെ പഠിച്ചത് ഇവിടെ 17-ാം അധ്യായത്തില് വെളിപ്പാട് പുസ്തകത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എപ്പിസോഡ് 3 അല്ല ഇന്നത്തെ ക്ലാസ്. താങ്ക് യു. എപ്പിസോഡ് 3 വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലെ വ്യാജ സഭയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇന്നും അത് തുടരുവാനാണ് ദൈവം പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പ്രസ്താവിച്ചതുപോലെ ആദ്യ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ ലോകമയമായിട്ട് നമ്മളെ വിശ്വാസികളാണെങ്കിലും നമ്മൾ അധപ്പതിച്ചവരാണ്. വി ആർ ഫോളൻ ക്രീച്ചേഴ്സ്. നമുക്ക് പേരിനും പ്രശസ്തിക്കും അധികാരത്തിനും വേണ്ടി ആ മോഹം വിശ്വാസികൾക്കും അല്ലാത്തവർക്കും ഉണ്ട്. അങ്ങനെ സഭ വളരെ വിസ്തരിക്കാൻ വേണ്ടി അവര് അധികാരത്തിനും ശക്തിക്കും വേണ്ടിയിട്ട് ലോകത്തോട് ലോകത്തിലെ കാര്യങ്ങൾ അവര് ഏറ്റെടുത്ത് അങ്ങനെ സഭ വിപുലീകരിച്ച് ഏതാനും വർഷങ്ങൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം യഥാർത്ഥത്തിലെ ആ പുതിയ നിയമസഭ എന്നുള്ളതിന്റെ ആ മുഖച്ഛായ മാറിയിട്ട് വ്യാജ സഭയായിട്ട് തീർന്നു. അങ്ങനെ അത് ഒരു ആദ്യകാലത്ത് റോമാക്കാരൊക്കെ ക്രൂരത കാണിക്കുന്നത് പോലുള്ള ക്രൂരതയാണ് ഈ സഭ എന്ന് പറയുന്ന ആൾക്കാർ തന്നെ കാണിച്ചത്. കഴിഞ്ഞ മധ്യ കാലങ്ങളിലെ മിഡിൽ ഏജസില് അന്ന് ഈ സഭയ്ക്കെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞെങ്കിൽ അവരെ പിന്നെ ഹെറിറ്റിക്കായിട്ട് മുദ്ര കുത്തിയിട്ട് അവരെ കൊല്ലുക. വേദോസ്തവം ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് വരെ. അപ്പോൾ അതൊക്കെ ഞാൻ 2-3 പേര് പറഞ്ഞു. ജോൺ ഹസ് 1431, പിന്നെ വില്യം ടിൻഡയിലെ ജോൺ വിക്ലിഫ്, ഇവരെയൊക്കെ തീയിൽ കരിച്ചു കൊന്നത് ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടും അവര് അന്ന് പഠിപ്പിച്ചിരുന്ന ആ പഠിപ്പിനെതിരായിട്ട് ഇന്റലക്ച്വൽ സ്ലേവ്സ് എന്ന് പറയും. മാനസികമായിട്ട് അടിമകളായിട്ട് നിങ്ങൾ ശാരീരികമായിട്ട് അടിമകൾ ഉള്ളതുപോലെ തന്നെ മാനസികമായിട്ട് ഞാൻ എന്തോ പറഞ്ഞാൽ നിങ്ങൾ അതെല്ലാം കേട്ടോണം, നിങ്ങൾക്ക് സ്വതന്ത്ര ചിന്തയില്ല എന്നുള്ള ആ ഒരു നിലയിലാണ് ആ സഭ പോയത്. എന്നാൽ ഇത് അതിനുശേഷം വെളിപാട് പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തു തന്നെ ഇവിടെ യോഹന്നാനെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന്റെ അന്ത്യം 17-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇതിനൊരു നാശം വരുന്നതായിട്ട് കാണുന്നുണ്ട്. വെളിപ്പാട് 18-ാം അധ്യായത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബാബിലോൺ പട്ടണത്തെയും മൃഗത്തെയും കള്ളപ്രവാചകനെയും ദൈവമാണ് നശിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ 17-ാം അധ്യായത്തിൽ ധൂമ്രവർണ്ണവും കടുംചുവപ്പും നിറവുമുള്ള വസ്ത്രധാരിയായ സ്ത്രീയെ നശിപ്പിക്കുന്നത് മനുഷ്യനാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് 17-ാം അധ്യായം നമ്മൾ ഒന്നുകൂടെ വായിക്കുക. ഇന്നത്തെ ഇതിന്റെ തുടർച്ചയ്ക്ക് അതിന് 17-ാം അധ്യായം 9 വാക്യവും ഒരു സൗകര്യം, അടുത്ത 9 വാക്യം വേറെ സൗകര്യം വായിക്കുക. എന്നിട്ട് നമുക്ക് ക്ലാസ് തുടരാം. വെളിപാട് പുസ്തകം 17-1 വരെ. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു. വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തൻ്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ കടുംചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്രവർണ്ണവും കടുംചുവപ്പ് നിറവുമുള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തൻ്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ്ണപാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. മർമ്മം: മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷികളുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നത് ഞാൻ കണ്ടു.
അവളെ കണ്ടിട്ട് അത്യന്തം ആശ്ചര്യപ്പെട്ടു. ദൂതൻ എന്നോട് പറഞ്ഞത്, നീ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഈ സ്ത്രീയുടെയും 7 തലയും 10 കൊമ്പുമുള്ളതായി അവളെ ചുമക്കുന്ന മൃഗത്തിൻ്റെയും മർമ്മം ഞാൻ പറഞ്ഞു തരാം. നീ കണ്ട മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ നിന്ന് കയറി നാശത്തിലേക്ക് പോകുവാനിരിക്കുന്നതും ആകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതും വരുവാനുള്ളതുമായ മൃഗത്തെ ലോകസ്ഥാപനം മുതൽ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിരിക്കുന്ന ഭൂവാസികൾ കണ്ട് അതിശയിക്കും. ഇവിടെ ജ്ഞാനബുദ്ധിയുണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. താങ്ക് യു. അപ്രീഷിയേറ്റ്. അവ 7 രാജാക്കന്മാരും ആകുന്നു. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്നിരിക്കേണ്ടതാകുന്നു. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8-മത്തവനും 70 ഉൾപ്പെട്ടവനും തന്നെ. അവൻ നാശത്തിലേക്ക് പോകുന്നു. നീ കണ്ട 10 കൊമ്പ് 10 രാജാക്കന്മാർ. അവർ ഇതുവരെ രാജ്യത്വം പ്രാപിച്ചിട്ടില്ല. മൃഗത്തോട് ഒന്നിച്ച് 1 നാഴിക നേരത്തേക്ക് രാജാക്കന്മാരെ പോലെ അധികാരം പ്രാപിക്കും താനും. ഇവർ ഒരേ അഭിപ്രായമുള്ളവർ. തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവർ കുഞ്ഞാടിനോട് പോരാടും. താൻ കർത്താവും രാജാതിരാജാവും ആകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും. അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുവോളം തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു. നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ. താങ്ക് യു ഓൾ വെരി മച്ച്. ഇത് പരിസ്ഥാർമ്മ നമ്മൾ ഇത് മനസ്സിലാക്കുവാനായിട്ട് കൂടുതൽ സഹായിക്കട്ടെ. ഞാൻ 2 വീഡിയോ ഇട്ടിടായിരുന്നു. ആരെങ്കിലും കാണാൻ സമയം കിട്ടിയോ ഇന്നലെ? ഞാൻ കണ്ടായിരുന്നു. എത്രണ്ണം കണ്ടു? 1 or 2? രണ്ടും കണ്ടു. ഒന്ന് പല പ്രാവശ്യം കേട്ടു. രണ്ടാമത്തെ ഒരു പ്രാവശ്യം കേൾക്കാൻ സമയം കിട്ടുള്ളൂ. കേട്ടവർക്ക് വളരെ ഇത് മനസ്സിലാകാൻ വളരെ സുഗമമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് എന്റെ ജോലി വളരെ ലാഘവമായിരിക്കും ഇന്നത്തേത്. ലോകത്തിലെ വിഗ്രഹാരാധന വ്യവസ്ഥയുടെ നാശമാണ് നമ്മുടെ ഈ 17-ാം അധ്യായത്തില് വായിച്ചു കണ്ടത്. വെളിപാട് പുസ്തകത്തിൽ ദൈവത്തെ വ്യത്യസ്തനായി കാണേണ്ട ആവശ്യമില്ല. നിത്യത, ആത്മീയ തത്വങ്ങൾ, മനുഷ്യന്റെ ഭാവി മുതലായ ഇന്നലെയും ഇന്നും നാളെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടല്ല വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് വെളിപാട് പുസ്തകത്തിൽ ദൈവത്തിന്റെ ആ പ്രവൃത്തി മണ്ഡലം ഇന്നും ഒരുപോലെ ഒരേ രീതിയിലായിരിക്കും എന്നുള്ളതാണ്. ഇത് ചരിത്ര പുസ്തകങ്ങളിലും ദിനപത്രങ്ങളും വായിക്കുവാൻ കഴിയുന്നു. ലോകത്തെ ഭരിക്കുന്നതിൽ ദൈവം തന്റെ മഹത്തായ തത്വത്തിൽ ഉറച്ചു നിൽക്കുന്നു. യുഗാവസാനത്തിലെ ദൈവിക പദ്ധതിക്ക് അനുസരിച്ച് ദൈവിക പ്രവൃത്തിയെ പിന്തുടരുവാൻ നമുക്ക് കഴിയും. ഈ വേശ്യയെ നശിപ്പിക്കുന്നത്, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത്, ദൈവത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടവനല്ലാത്തതിനാൽ ഇത് ക്രിസ്തുവിന്റെ ഇടപെടലല്ല എന്ന് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. യേശു ക്രിസ്തു ഇടപെട്ടല്ല ഈ 17-ാം അധ്യായത്തിലെ ഈ വേശ്യയെ നശിപ്പിക്കുന്നത്. പുരുഷാരം അത് ചെയ്തു. 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത പ്രവചനം ചരിത്രത്തിൽ നിവൃത്തിയാകുന്നത് നമുക്ക് കാണാം, നേരിട്ട് കാണാം. വിഗ്രഹാരാധനയായ മർമ്മ വ്യവസ്ഥയാകുന്ന വേശ്യയെ പുരുഷാരം നശിപ്പിക്കുമെന്നും ദൈവം വെളിപ്പെടുത്തുന്നു. അതിഭീകരമായ രക്തച്ചൊരിച്ചിലൂടെ ഉള്ള ഇസ്ലാമിക് മുന്നേറ്റങ്ങളെ കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം വായിച്ചിട്ടുള്ള കഴിഞ്ഞ ആഴ്ച ഞാൻ ചോദിച്ചതുമാണ്. മിഡിൽ ഈസ്റ്റിൽ ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു ഇങ്ങനെ ഓർമ്മയൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി. എല്ലാ രാജ്യങ്ങളും മിഡിൽ ഈസ്റ്റിലുള്ള ഏത് മതമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്? അതേ നൂറ്റാണ്ടുകളിലെ അപ്പൊ എങ്ങനെ എന്താണ് ഞാൻ പറഞ്ഞത്? എന്തുകൊണ്ടാണ് അത് ഇസ്ലാമായിട്ട് വന്നതിന്റെ കാരണം ഞാനത് പറഞ്ഞതിന്റെ കാര്യം ഓർമ്മ. വിഗ്രഹാരാധന. ദൈവത്തെ മറന്ന് ഇത് അവര് സ്വയമായിട്ട് വിഗ്രഹാരാധനയും എല്ലാം ആ വേദപുസ്തകത്തിലെ ഉപദേശങ്ങളെ കാറ്റിൽ പുറത്തിക്കൊണ്ട് ആ മൂല്യച്യുതി കൊണ്ട് ദൈവം ശിക്ഷിച്ചതാണ്. അതിന്നും അത് നമ്മുടെ തലമുറകളായിട്ട് സംഭവിക്കും. ഇതിപ്പം അത് യൂറോപ്പിലും അമേരിക്കയിലും വരികയാണ് ചെറുതായിട്ട്. യൂറോപ്പ് മിക്കവാറും ഇന്ന്
എന്റെ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അവിടെ ഈ ആഴ്ച നടന്ന സംഗതിയാണ്. അയർലൻഡില് ഇസ്ലാമിന്റെ ഒരു പ്രകടനം നടന്നപ്പം 10,000 പേര് ഐറിഷുകാര് അവർക്കെതിരായിട്ട് ഈ അയർലൻഡ് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്കുള്ളതാണ്, നിങ്ങൾക്കുള്ളതല്ല എന്നും പറഞ്ഞ് പ്രകടനം നടത്തുന്നത്. വെച്ചാൽ ഇംഗ്ലണ്ടില് നമ്മളൊരു കാര്യം ഇസ്ലാമിനെതിരായിട്ടൊക്കെ പറഞ്ഞാൽ നമ്മൾ ജയിലിൽ പോകും. അവിടെ ഹെയ്റ്റ് സ്പീച്ചിന് നിയമങ്ങൾ തന്നെ പാസ്സാക്കിയിട്ടുണ്ട്. കൊച്ചു രാജ്യമായ ഇംഗ്ലണ്ടില് 1.5 ഡസൻ സിറ്റികളിലെ ഇസ്ലാമാണ് മേയറായിട്ടിരിക്കുന്നത്. അപ്പം യൂറോപ്യൻ പാശ്ചാത്യ രാജ്യങ്ങള് ദൈവത്തെ മറന്ന് ഏറ്റവും മിളച്ചമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം ശിക്ഷാവധി പോലാണ് ഇസ്ലാമിനെ ഇപ്പോഴും അയച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം പറഞ്ഞ 11 വയസ്സാകുന്ന പെൺകുട്ടി മമ്മി ഞാന് പുരുഷനാണ്, ഞാൻ റോങ് ബോഡിയിലാണ് ജനിച്ചതെന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്നാൽ പിന്നെ ഓപ്പറേഷൻ ചെയ്യിപ്പിക്കാം. ഇങ്ങനെയൊക്കെ ദൈവത്തെ മുഷ്ടി ചുരുട്ടി വെല്ലുവിളിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും ആ ജനതയെ ശിക്ഷിക്കും. അതാണ് ഇപ്പോൾ ലോകത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ കണ്ടുകൊണ്ട്, അമേരിക്കയിലും അതാണ് കാണുന്നത്. ഇന്നും ജിഹാദ് എന്ന പേരിൽ ലോകമെമ്പാടും നാശം വരുത്തിക്കൊണ്ടിരിക്കുന്നത് വിഗ്രഹാരാധനയ്ക്കെതിരെയാണ് ഇസ്ലാമിക് യുദ്ധം. ഇസ്ലാം എന്ന് പറയുന്ന വിഗ്രഹാരാധനയ്ക്കെതിരാണല്ലോ. അപ്പൊ ആ വിഗ്രഹാരാധന വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു പടം പോലും മുസ്ലിങ്ങൾ അനുവദിക്കില്ല വെക്കാൻ. നമ്മൾ ഫോട്ടോ ഒക്കെ വെക്കുമല്ലോ, ഫോട്ടോ പോലും പറ്റുകയില്ല. അപ്പൊ അങ്ങനെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ ന്യായവധി ഇസ്ലാമിക് യുദ്ധങ്ങളുടെ വെളിപ്പെട്ടു. വെളിപ്പാട് 17:16 മൃഗത്തെ കുറിച്ച് പറയുമ്പോൾ മൃഗത്തിന്റെ ഏകദേശ സ്വഭാവ വിവരണമാണ് ദൂതൻ നമുക്ക് നൽകുന്നത്. മൃഗം എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അവൻ മൃഗത്തെ പോലെയാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മൃഗമെന്ന് ഈ അന്തിക്രിസ്തുവിനെയും സാത്താനെയും കള്ളപ്രവാചകനെയും ഒക്കെ അവിടെ സംബോധന ചെയ്യുന്നത്. അവിടെ കാണുന്ന ഇപ്പോൾ ഇല്ലാത്തതും മൃഗമോ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും ഇനി അഗാധത്തിൽ കയറി നാശത്തിലേക്ക് പോകാൻ ഇരിക്കുന്നതും ആകുന്നു എന്നാണ് നമ്മൾ അവിടെ വായിച്ചത്. അഗാധം എന്ന വാക്കിന് ഗ്രീക്കിൽ അബിസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. ഈ സ്ഥലം സാത്താന്റെയും ഭൂതങ്ങളുടെയും വാസസ്ഥലമാണ്. വൈശാഖിക രാഷ്ട്രീയത്തിന്റെ ഉത്ഭവം ഇവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ഈ വെളിപാട് 13:4 നമ്മൾ നേരത്തെ വായിച്ചാണ്. ഇവിടെ ഇന്ന് വായിച്ചത് 17:8 കാണുന്ന മൃഗത്തിന്റെയും അഗാധത്തിലെ ഭൂതങ്ങളുടെയും രാജാവായി സാത്താനെയാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. 3 ആളത്വങ്ങളെയും ഒരു മൃഗമായിട്ട് ചിത്രീകരിക്കുകയാണ്. സാത്താൻ മാത്രമാണ് വാസ്തവത്തിൽ അഗാധത്തിൽ നിന്നും വരുന്നത്. സാത്താൻ പ്രതികരിക്കുന്ന ലോകഭരണം പൂർണ്ണമായും സാത്താന്റെ അധീനതയിലായിരിക്കും. ലോകഭരണം പൂർണ്ണമായി പുനരുദ്ധരിക്കുന്ന മൃഗം തന്നെയാണ് ലോകഭരണം നിർവഹിക്കുന്ന രാജാവിന് സകല അധികാരവും നൽകുന്നത്. അന്തിക്രിസ്തുവിന് ഈ സകല അധികാരവും നൽകുന്നത് സാത്താനായിരിക്കും. സാത്താൻ ലോകഭരണാധികാരം തമ്മിലുള്ള സുദൃഢമായ ബന്ധമാണ് ഇവരെ ഒരേ രീതിയിൽ വിവരിക്കുവാൻ കാരണം. അപ്പോൾ ചിലർ പറയുന്നത് ഇതിന്റെ വാക്യത്തിൽ യൂദയോ നീറോ ചക്രവർത്തിയോ അല്ലെങ്കിൽ 1-2 പേരുടെ ടെലിഫോണ് മ്യൂട്ടല്ല ഇതെ കാണുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാല് എനിക്കൊന്ന് ശബ്ദം വരുന്നുണ്ട് ഇടയ്ക്ക്. അപ്പം അവിടെ വായനയിൽ നിന്ന് അവര് ചില പണ്ഡിതന്മാര് പറയുന്ന ഇത് യൂദയോ നീറോ ചക്രവർത്തിയോ അല്ലെങ്കിൽ സമീപകാലത്തെ ഏതെങ്കിലും ഹിറ്റ്ലറിനെ പോലുള്ള ലോകഭരണാധികാരായിരിക്കും എന്ന് ഈ 11-ാം വാക്യത്തിൽ 17:11 വായിച്ചു ഒന്ന് അതിനെ ആസ്പദമാക്കിയിട്ടാണ് പലരും വ്യാഖ്യാനിക്കുന്നത്. 17:11 ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗം 8ാമത്തവനും 7 ഉൾപ്പെട്ടവനും തന്നെ, അവൻ നാശത്തിലേക്ക് പോകുന്നു. അതെ അവൻ അപ്പൊ അത് വെച്ചാണ് പിന്നെ യൂദയാണെന്ന് പറയുന്നത്. അവൻ നാശത്തിലേക്ക് പോകുന്നു. ഇല്ലായിരുന്നു പിന്നെ ഉണ്ടാകുന്നു ഉള്ള ആ 11 വാക്യത്തെ വെച്ചാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പം ഞാൻ നോക്കിയിട്ട് ഇപ്പൊ യൂദയാണെങ്കിൽ പ്രശ്നം വരുന്നത് വേദോത്സവത്തിൽ ലോക ചരിത്രത്തിൽ എക്സെപ്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ വേദോത്സവത്തിൽ തന്നെ നമുക്ക് കാണാം. പക്ഷെ ഇതൊരു എക്സെപ്ഷനായിട്ട് യൂദ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യൂദ വന്നെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ വിശ്വാസം അനുസരിച്ച് പുനർജന്മത്തെ ആണ് അവിടെ പുനർജന്മത്തെ കുറിച്ചാണ്. പഴയ ഒരാള് യൂദ പിന്നെ അന്തിക്രിസ്തുവായിട്ട് വരികയാണെങ്കിൽ അത് ഒരു സാധ്യതയില്ല. ഇപ്പൊ ഈ ഇസ്രായേലിന്റെ ലോകരാഷ്ട്രങ്ങൾ എന്നുള്ള KG തോമസിന്റെ പുസ്തകത്തിലും ആ രീതിയിൽ യൂദയായിരിക്കും എന്നുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ മനസ്സിലായിരിക്കുന്നത് ആ ഒരു പുനർജന്മത്തിന് യാതൊരു കാര്യത്തിലും നമ്മുടെ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് യൂദയ ക്രിസ്ത്യൻ തിയോളജി അനുസരിച്ച് നടക്കുന്ന സംഗതിയല്ല. മനുഷ്യ ഭരണാധികാരിയേക്കാൾ ഉപരി ലോകഭരണത്തിലെ രാഷ്ട്രീയ ശക്തിയാണ് 8ാമത്തെ മൃഗമെന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും യുക്തം. ഇതൊന്നും ഫണ്ടമെന്റൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഫണ്ടമെന്റൽ ഡോക്ടറൊന്നുമല്ല.
സാമ്രാജ്യത്വ ഭരണകാരിയല്ല, സാമ്രാജ്യത്വ ഭരണമാണ് പുനരുദ്ധരിക്കപ്പെടുന്നത്. ഈ വെളിപാട് 13:3 ചരിത്രത്തിൽ നിന്നും അപ്രത്യക്ഷമായി എന്ന് തോന്നിയതെന്തോ അത് യുഗാവസാനത്തിൽ അതിശക്തമായി പുനരുദ്ധരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഒന്ന് അപ്രത്യക്ഷമായത് വീണ്ടും വരുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അപ്പൊ ഇവിടെ ജ്ഞാനബുദ്ധി ഈ 17:9 മുതലുള്ള വാക്യത്തിൽ പറയുന്ന ഇവിടെ ജ്ഞാനബുദ്ധി എന്ന അസാധാരണമായ പദപ്രയോഗത്തിൽ ജ്ഞാനബുദ്ധി ഇവിടെ ആവശ്യമുണ്ടെന്ന് നമ്മൾ എഴുതിയിരിക്കുമ്പോൾ മൃഗത്തെ പരിചയപ്പെടുത്തിയത് വരുവാനിരിക്കുന്ന വെളിപാടിന്റെ സങ്കീർണതയെ കുറിക്കുന്നു. മറഞ്ഞിരിക്കുന്നവ മനസ്സിലാക്കുന്നതിന് ആത്മീയ വിവേകം അനിവാര്യമാണ്. ഇത് നമ്മൾ ഈ പ്രത്യേകിച്ച് വെളിപാട് പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ വളരെ ആത്മീയ പ്രാർത്ഥനയും മെഡിറ്റേഷനും ആത്മീയ ബുദ്ധിയും നമ്മൾ ആവശ്യമാണ്. അതാണ് അവിടെ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നത്, വായനക്കാരെ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. വെളിപാടിന്റെ ആദ്യത്തെ താക്കോൽ തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലകളാകുന്നു എന്ന പദപ്രയോഗത്തിലുണ്ട്. പല വ്യാഖ്യാനികളും പണ്ഡിതന്മാരും ഇത് റോമ സാമ്രാജ്യമാണെന്ന് അഭിപ്രായപ്പെടുന്നു. പുരാതന നഗരമായിരുന്ന ടിസർ 7 മലകൾ ചേർന്ന് രൂപപ്പെട്ടതായിരുന്നു. ചരിത്രത്തിൽ ഉടനീളം റോമൻ നാണയങ്ങളിലും റോമ സാഹിത്യ പ്രസിദ്ധീകരണങ്ങളിലും റോമിനെ 7 മലകളുടെ പട്ടണം എന്ന് വിളിച്ചിരിക്കുന്നു. 7 തലയെ കുറിച്ചാണ്. 10-ാം വാക്യത്തിലെ വിവരണം പോലെ മൃഗത്തിന്റെ 7 തല 7 രാജാക്കന്മാരാകുന്നു. 5 പേർ വീണുപോയി. KM and Nilikati Daniel. നമ്മളെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതും ഒക്കെ ഏത് രാജാവിന്റെ പീലാത്തോസാറിന്റെ ആളായത് റോമൻ. അതെ. അപ്പൊ നമ്മള് അത് എന്നും മുഴുവൻ അത് പഠിക്കുക. പീലാത്തോസ് അവിടുത്തെ ഗവർണറല്ലായിരുന്നു, റോമാ സാമ്രാജ്യമായിരുന്നു. അതെ. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്. അതായത് യോഹന്നാന്റെ കാലഘട്ടത്താണ് ഒരുത്തനുണ്ടെന്ന് പറയുന്നത്. അതിനെ കുറിച്ച് 7-ാമത്തവൻ വരുവാനിരിക്കുന്നു. തുടർന്ന് 8-ാമത്തവന്റെ വിവരണം അത് മൃഗം തന്നെയാണ്. 7 രാജ്യങ്ങളെ പ്രതികരിക്കുന്നു, 7 രാജാക്കന്മാരെയാണ് 7 തലകൾ കാണിക്കുന്നത്. 7 തലയെന്ന് പറയുമ്പോൾ 7 രാജാക്കന്മാരാണ്. റോമാ നഗരമല്ല, പഴയ ബാബിലോണാണെന്ന് വ്യാഖ്യാനിക്കുന്നവരും ഉണ്ട്. ഒത്തിരി പേര് പറയുന്നുണ്ട് ഇത് ബാബിലോൺ എന്ന് കേട്ട ഉടനെ തന്നെ പിന്നെ ഇത് പേര് കേട്ട ഉടനെ ബാബിലോൺ പട്ടണമാണെന്നാണ് അവര് പറയുന്നത്. അപ്പൊ സദാം ഹുസൈൻ, ഞാൻ നേരത്തെ പ്രസ്താവിച്ചതുപോലെ, സദാം ഹുസൈൻ 80കളിൽ വന്നിട്ട് പഴയ നെബൂഖദ്നേസറിന്റെ സാമ്രാജ്യം പുനഃപണിയെന്ന് പറയുമ്പോൾ കണ്ടില്ലേ, അവിടെ ബൈബിളിലെ പിന്നെ ഇത് ഫുൾഫിൽ ചെയ്യുകയാണെന്നും പറഞ്ഞ് ഒത്തിരി പണ്ഡിതന്മാർ, ഡാളസ് തിയോളജി സെമിനാരിയുടെ വലിയ പ്രധാന പണ്ഡിതന്മാർ എഴുതിയ എന്റെ പുസ്തകങ്ങളുണ്ട്. ഈ അവസാന സമയത്ത് ബാബിലോൺ, ഇറാഖ് അവിടെ ആ നിലയിൽ അത് വലിയ പട്ടണമായിട്ട് വീണ്ടും വരുമെന്നുള്ള ആ ഒരു നിലയിലാണ് അവിടെ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പ്രസ്താവിച്ചതുപോലെ ചരിത്രത്തിൽ അത് പിന്നെ വ്യാഖ്യാനം തെറ്റാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഒന്നാമത് മുസ്ലിം രാജ്യങ്ങളൊന്നും ആ നിലയിൽ വരാൻ സാധ്യമല്ല. ഈ മ്ലേച്ഛത എന്ന് പറയുന്ന ഇന്ന് കാണുന്ന മ്യൂലിച്ചേരി, കാലിഫോർണിയയിലും ഒക്കെ കാണുന്ന ഏറ്റവും ലോകത്തിലെ അഴിമതി മുസ്ലിം രാജ്യങ്ങളിൽ ഈ 2018 പിന്നെ ഈ ഡ്രൈവ് ചെയ്യാൻ തന്നെ സൗദി അറേബ്യയിലെ സ്ത്രീകളെ അനുവദിച്ചത്. അപ്പം അവിടെ ഒന്ന് നടന്നാൽ ചാട്ട കൊണ്ട് ഇപ്പോഴും അടിക്കും. തന്നെത്താൻ സ്ത്രീകൾക്ക് നടക്കാൻ പോലും സാധ്യമല്ല. പറയുന്നത് ദുബായ് അങ്ങനെയുള്ള UAE-യിലൊക്കെ കുഴപ്പമില്ല, ഇച്ചിരൂടെ ബെറ്ററാണ്. ഒമാനിലും ഒക്കെ നല്ലതാണ്. എന്നാൽ മുസ്ലിം രാജ്യങ്ങളിൽ അവരുടെ ഷെറിയ ലോ അനുസരിച്ച് അഫ്ഗാനിസ്ഥാനിലൊക്കെ നമ്മൾ അറിയാമല്ലോ. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് അത് വീണ്ടും പണിയുമെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളുടെ മ്ലേച്ഛതയെല്ലാം അങ്ങനെ ഒരു സ്ഥലത്ത് ഇസ്ലാം ഉള്ളിടത്തോളം കാലം അത് തീർച്ചയായിട്ടും വരാൻ സാധ്യതയില്ല. അതാണ് ഞാൻ വീഡിയോയിൽ ഞാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു സ്ഥലമല്ല, ഒരു സിസ്റ്റമാണ്. ഈ വേശ്യ എന്ന് പറയുന്ന മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന സിസ്റ്റമാണ് ഇപ്പോഴത്തെ പുതിയ സിസ്റ്റത്തെ കുറിച്ചാണ് അത് ലോകം മുഴുവനുണ്ട്, പ്രത്യേകിച്ച് വെസ്റ്റേൺ പാശ്ചാത്യ രാജ്യങ്ങളിൽ. നേഹത്ത് നഹൂമിന്റെ 3:4 ഒന്ന് വായിച്ചാട്ടെ. നേഹം അല്ലെങ്കിൽ നഹൂം 3:4. പരസംഗം കൊണ്ട് ജാതികളെയും ശുദ്രപ്രയോഗം കൊണ്ട് വംശങ്ങളെയും വിൽക്കുന്നവളായി ശുദ്ര നൈപുണ്യവും സൗന്ദര്യവുമുള്ള വേശ്യയുടെ പരസംഗ ബഹുത്വം നിമിത്തം തന്നെ ഇങ്ങനെ ഭവിച്ചത്.
അപ്പം ഒന്നാമത്തെ രാജ്യം അപ്പൊ അസീറിയായിരുന്നു. രണ്ടാമത്തെ സാമ്രാജ്യമായ ഈജിപ്തിനെ കുറിച്ചാണ് പിന്നെ ഈജിപ്റ്റ് രണ്ടാമത്തേത്. ആ സെയിം ഡിസ്ക്രിപ്ഷനാണ് കാണുന്നത്. ജ്യോതിഷപ്രകാരം പിരമിഡുകൾ നിർമ്മിക്കുന്നതിന് രാജ്യത്തിന്റെ സമ്പത്ത് ചെലവഴിച്ചിരുന്നത്. ആ പിരമിഡ് ഇപ്പോഴും വലിയ എങ്ങനെയാണ് ഇത്രയും വലിയ ടണ്ണുകളുള്ള കല്ലുകൾ അതിന്റെ മുകളിൽ കൊണ്ടുവന്നുള്ള ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞന്മാർക്ക് പോലും അത് കണക്കാക്കുവാൻ സാധിച്ചിട്ടില്ല. പലരും പറയുന്ന ഫോളൻ ഏഞ്ചൽസ് ആയിരുന്നു എന്നൊക്കെ, അങ്ങനെ പല വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. നമുക്കിപ്പോഴും അത് ചുരുളുകൾ അഴിഞ്ഞിട്ടില്ല. അത് ഇസ്രായേൽ മക്കളായിരുന്നെന്നും ചിലര് പറയുന്നല്ലോ അടിമത്തത്തിലേക്ക് പോയപ്പോ. അതായത് വെരി പോസിബിൾ. അവരെ ഊഴിവേല ചെയ്യിപ്പിച്ചായിരുന്നല്ലോ. ഇസ്രായേൽ മക്കളും അത് പണിതിലുണ്ടായിരുന്നു. അത് അതിനു മുമ്പേ പണി തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ആ സമയത്ത് 430 വർഷമല്ലേ, എത്ര വർഷമായിരുന്നു അവര്? അത്രയും നാൾ അവരെ ഉപയോഗിച്ചു അങ്ങനെയുള്ള കാര്യത്തിന്. അപ്പൊ അന്ന് ഒരു ആ നിലയില് പ്രത്യേകിച്ച് ബുദ്ധി ദൈവം മനുഷ്യർക്ക് എല്ലാ കാലത്തും ഇന്ന് തന്നെയല്ലല്ലോ അന്നും ബുദ്ധി കൊടുത്തിട്ടുണ്ടല്ലോ. ദൈവത്തെ പോലെ ഉള്ള ബുദ്ധി ദൈവരൂപത്തിലല്ലേ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ മനുഷ്യന് കഴിയാത്തതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ ഇന്ന് കാണുന്ന കണ്ടുപിടുത്തങ്ങളെല്ലാം മനുഷ്യനെ നടപ്പാക്കുന്ന ലോകത്തില്. ഈജിപ്ത് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് മന്ത്രവാദത്തിനും ഒക്കെയാണ്. അപ്പം പുറപ്പാട് 7:11-12 ഒന്ന് വായിക്കാമോ? പുറപ്പാട് 7:12-11. അപ്പോൾ ഫറവോൻ വിദ്വാൻമാരെയും ക്ഷുദ്രക്കാരെയും വിളിപ്പിച്ചു. മിസ്രൈമ്യ മന്ത്രവാദികളായ ഇവരും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. അവൻ ഓരോരുത്തൻ താന്താന്റെ വടി നിലത്ത് അവയും സർപ്പങ്ങളായി തീർന്നു. എന്നാൽ അഹ്റോന്റെ വടി അവരുടെ വടികളെ വിഴുങ്ങിക്കളഞ്ഞു. 22 വാക്യം കൂടെ ഒന്ന് വായിച്ചു ആ ചാപ്റ്റർ അവിടെ ഉള്ളത് കൊണ്ട്. ഓക്കെ. മിസ്രൈമ്യ മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. എന്നാൽ യഹോവ അരുളി ചെയ്തതുപോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു പോയി. അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. ഒരു പേജ് മറിക്കാതെ 8-7 കൂടെ ഒന്ന് വായിച്ചേരെ. 7 പിന്നെ 18 കൂടെ അവിടെ എടുത്ത സ്ഥിതിക്ക്. 8. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ അതുപോലെ ചെയ്തു. മിസ്രൈം ദേശത്തെ തവള കയറുവാൻ ഇടയാക്കി. അത് മതിയോ? ഓക്കെ, അത് മതി. പിന്നെ ശുദ്രത്തിന്റെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി വായിപ്പിച്ചതിനുള്ളൂ. പുതിയ നിയമത്തിൽ 2 തിമോത്തിയോസ് 3:6 മുതൽ 9 വരെയുള്ള ആദ്യം ഒന്ന് വായിച്ചാട്ടെ. 2 തിമോത്തിയോസ് 3:6 മുതൽ 9 വരെ. മൂന്നിന്റെ 9 അല്ലേ, 2:6 ആണോ? എന്നേസും എംബ്രേസും മോശയോടെ എതിർത്തിരുന്ന പോലെ തന്നെ ഇവരും സത്യത്തോടെ മറുത്തു നിൽക്കുന്നു. ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരുതാത്തവരും അത്രേ. താങ്ക് യു. അപ്പൊ ഈ മോശയുടെ കാലത്തെ അത് പറയുന്നുണ്ട്. മന്ത്രവാദവും അവരുടെ 2 പേരുടെ പേരും ഉണ്ടല്ലോ. മൂന്നാമത്തേത് ഡാനിയലിന്റെ കാലത്തുള്ള ആധുനിക ബാബിലോണ സാമ്രാജ്യമാണ്. 3 സാമ്രാജ്യം. അത് നമുക്ക് എല്ലാവർക്കും ഡാനിയൽ പ്രവചനത്തിലൊക്കെ അറിയാമല്ലോ. ക്ഷുദ്രപ്രയോഗത്തിന് അവരും വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. അത് എല്ലാവരും ക്ഷുദ്രപ്രയോഗം അവരും വിട്ടിയില്ല. അത് സാമ്രാജ്യങ്ങൾ വന്നുവെങ്കിലും ഈ ആദ്യത്തെ ഈ ക്ഷുദ്രപ്രയോഗങ്ങളും ഈ മ്ലേച്ഛമായ കാര്യങ്ങളെല്ലാം അവര് പിന്നെ അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. 4-മത്തേത് മേദപാർസ്യ. ഇത് നമ്മൾ വായിക്കുമ്പം ദാനിയേൽ പ്രവചനത്തിലുണ്ട്. ഇത് ബാബിലോണിനെ പിടിച്ചടക്കിയെങ്കിലും ബാബിലോൺ മതത്തിന് അടിമയായി തീർന്നു ഈ മേദപാർസ്യ. പിന്നെ 5-മത്തെ രാജ്യം എന്ന ഗ്രീസ് സാമ്രാജ്യമാണ്. ഗ്രീസിലെ പ്രാചീന ക്ഷേത്രം സന്ദർശിക്കുന്നവർക്ക് അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹാരാധന നിറഞ്ഞ മ്ലേച്ഛതയെ കുറിച്ച് അറിവ് ലഭിക്കും. ഈ ഗ്രീസിന്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഗ്രീസിലെ ചില ദേവന്മാരുടെ പേര് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഗ്രീക്ക് മിഥോളജി നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഹെർക്കുലീസ് അല്ലേ? ഹെർക്കുലീസോ അങ്ങനെ? ഹെർക്കുലീസ്, സെയൂസ്, അപ്പോളോ, പിന്നെ ബൈബിളും അർത്തമിസ് മഹാദേവി. അപ്പൊ മുകളിൽ അപ്പൊ ഇത് ഇപ്പൊ അത് വളരെ ഇത് പ്രോമിനന്റ് ആയി. അത് അതുപോലെ തന്നെ ഇന്ത്യയിൽ വന്നിട്ടുള്ളതാണ്. മുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ മഹാസാമ്രാജ്യങ്ങളുടെയും സംസ്കാരം ജ്യോതിശാസ്ത്ര വിശ്വാസമായിരുന്നു. മന്ത്രവാദവും ക്ഷുദ്രപ്രയോഗവും ആവിചാരവുമായിരുന്നു ഇവരുടെ എല്ലാം പ്രേരക ശക്തി. ബാബിലോണിയ മതത്തിന്റെ പ്രാചീന കാലങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഉപദേശകന്മാരുടെ വാക്കുകൾ അനുസരിച്ചായിരുന്നു രാജാക്കന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്.
അപ്പൊ അന്നത്തെ കാലത്ത് ഇപ്പൊ എങ്ങനെയാ നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയാ എല്ലാവരും രാജാക്കന്മാരും മന്ത്രിമാരും എല്ലാം ജ്യോതിഷന്മാർ അവരുടെ വീട്ടിലുണ്ട്. പിന്നെ അവര് അത് കഴിഞ്ഞിട്ടാണ് കാര്യം ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ തിരുവിതാംകൂറിലെ രാജാവ് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരുന്ന പശുവിനെയും ബ്രാഹ്മണനെയും സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ക്രിസ്ത്യാനികൾ പോലും പിന്നെ ഇപ്പൊ നമ്മൾ വലിയ ഇതൊക്കെ പറയുന്നു. പെന്തക്കോസ്ത് ബറയിലുള്ളവർ തന്നെ പോലും ഞാൻ കണ്ടിട്ടുണ്ട് ശകനം കല്യാണം കഴിയുന്ന പാല് കാച്ചില് തൂകട്ടെ പിന്നെ ശകനം നോക്കുക ഇങ്ങനെയുള്ള പിന്നെ മുഹൂർത്തം നോക്കും. കല്യാണത്തിനൊക്കെ പോകുന്നതിന് മുമ്പ് ബ്രദറുകാരും നോക്കുന്നവരുണ്ട്. അതാ പറഞ്ഞേ, രാഹുകാലം കഴിയാണ് 10 കഴിഞ്ഞ് ഇറക്കുക എങ്ങനെയാന്ന് പറഞ്ഞാൽ. അപ്പം മുഹൂർത്തം നോക്കുക. അപ്പൊ നമ്മുടെ ഇടയിലും അത് ഇത് പഴയത് വിട്ടിട്ടില്ലെന്നുള്ളതാണ്. പിന്നെ വീട്ടിൽ വരുമ്പോൾ പ്രത്യേകിച്ച് പാർവതി ശിവനെയൊക്കെ സ്വീകരിക്കുന്ന പോലെ പിന്നെ ഒരു താരത്തിൽ ഇങ്ങനെ കറക്കി ഇങ്ങനെ സ്വീകരിക്കുന്നില്ല കല്യാണം കഴിഞ്ഞ് വരുന്നവരെയൊക്കെ. യാക്കോബായാലും ഒക്കെ മറ്റ് ചർച്ചകളിലൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ട് പലരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഹിന്ദുക്കളുടെ സിസ്റ്റമാണ്. പിന്നെ അവര് ഈ ശകനം നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാണ് അവര് പ്രവർത്തിച്ചത്. ഇപ്പോഴും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ലോകത്തിൽ അമേരിക്കയിൽ നോക്കി ഏറ്റവും ഇന്ത്യയിലെ ഇവിടെ വന്നിരിക്കുന്ന പിന്നെ ഏതൊക്കെ സിസ്റ്റം ഏതെങ്കിലും നിങ്ങൾക്ക് പറയാൻ ഓർമ്മയുണ്ടോ? അമേരിക്കയിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് എന്തോ സിസ്റ്റം രീതികൾ, അവരുടെ ജീവിത രീതികൾ എന്തൊക്കെയാണെന്നുള്ളത്. അവിടെയൊക്കെ ഇപ്പൊ ഈസ്റ്റേൺ റിലിജിയൻ എന്ന് പറഞ്ഞ് ഒത്തിരി പ്രൊമനന്റ് ആയിട്ട് വരുന്നുണ്ടല്ലോ. അവിടെ കടകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ പൂജയ്ക്ക് വേണ്ടി സാധനങ്ങള് ചിലയിടത്തൊക്കെ പോകുമ്പോ ഭയങ്കര പുകയൊക്കെ കാണാം. ശരി, താങ്ക് യു. 1960കളാണ് ഹരേ കൃഷ്ണ മൂവ്മെന്റ് അമേരിക്കയിൽ വന്നത്. ഒത്തിരി പേര് വെള്ളക്കാരാണ് അതിൽ കൂടുതലുള്ളത്. ഹരേ കൃഷ്ണ മൂവ്മെന്റ് ആൾക്കാർ പുരോഹിതന്മാർ വെള്ളക്കാരുടെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഒരു ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ഒരു ഹാൻഡിമാൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ മോന് ഇന്ത്യയിൽ ഒരു അമ്പലത്തിലെ പൂജാരിയാണെന്ന് ഞങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പം പിന്നെ യോഗയിൽ ഇപ്പൊ ഏത് സ്റ്റെപ്പ് കളകളുടെ സ്റ്റെപ്പിന് യോഗാസനത്തിനുണ്ട്. യോഗ എന്ന് പറയുന്നതെല്ലാം ഈ ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ദൈവത്തിന്റെ ഇതാണ്. അപ്പം ഇത് ഞാൻ 1967 ഓസ്ട്രേലിയ താമസിക്കുമ്പോൾ മലയാളത്തിലെ ഒരു പ്രൊഫസർ തുമ്പവൻ തോമസ്, ഈ കോൺഗ്രസ് നേതാവ്, അദ്ദേഹമാണ് എന്നെ യോഗാസനം പഠിപ്പിച്ചത്. 86 യോഗയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ പലരും പറയുന്നത് 8 മില്യൺ ഒക്കെ ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷെ യോഗാസനം എന്ന് പറഞ്ഞാല് അതിൽ തന്നെ ഒരു സർക്കുലേഷന് വേണ്ടി നല്ലതാണെന്നേ ഉള്ളൂ. പക്ഷേ ഈ യോഗാസനം പറഞ്ഞ് ഇവിടെ വരുന്ന ഒരു പഞ്ചസാരയിൽ പൊതിഞ്ഞ വിഷഗുളികയാണ്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളെ അവരുടെ ദൈവവുമായിട്ടുള്ള യോജിപ്പിക്കുന്നതിനുള്ള ഒരു യുഗുപ്സാഹമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഈ യോഗ എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ ദൈവവും ദൈവിയുമായിട്ടുള്ള ആ നിലയില് യോഗത്തിലെ ഒരു പത്മാസനം എന്ന് പറയുന്നുണ്ട്. പത്മാസനം നിങ്ങൾക്ക് അറിയാമല്ലേ? പത്മാസനം ഏത് രീതിയാണെന്നുള്ള രണ്ട് കാലും മടി വെച്ചിരിക്കുന്ന ബ്രഹ്മാവൊക്കെ ഇരിക്കുന്ന പടം കണ്ടിട്ടില്ലേ? അതാണ് പത്മാസനം. പിന്നെ വിഷ്ണുവിന്റെ പുക്കിളിൽ നിന്നാണ് പിന്നെ ഈ ലോട്ടസ്, അതിന് കമലപ്പൂവ്, ലോട്ടസ് ഫ്ലവർ എന്നിട്ടാണ് പിന്നെ ബ്രഹ്മാവ്. താങ്ക് യു. താമരപ്പൂവ്, താമര ചെടി. അപ്പം അത് ഇവിടെ ദൈവമാരും ഒക്കെ ഈ വിഷ്ണുവിന്റെ ഒക്കെ കയ്യില് ഉണ്ട്. താമരപ്പൂവ് കാണും. താമരപ്പൂവയിലാണ് പിന്നെ ബ്രഹ്മാവ് ഇരിക്കുന്നത്. അതുപോലെ സരസ്വതിയും ഒക്കെ ഇതാണ്. അപ്പം ഇത് കമലം അല്ലെ, താമരയ്ക്ക് കമലം എന്നും പറയല്ലേ? അപ്പൊ അമേരിക്കയിലെ മുഴുവൻ റഷ്യൻ രാജ്യങ്ങളിലെല്ലാം ഇതെല്ലാം ബാബിലോണിയ സിസ്റ്റം കംപ്ലീറ്റ് ഇതായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇത് ഒരു നിലയില് ഒരു സമയത്ത് ഇതൊരു റിലീജിയസ് രീതിയിൽ അത് ദൈവത്തെയും കൂടെ ഇവർ പറയും ഈ എക്സർസൈസ് തന്നെ പോരാ, ഇങ്ങനെ നിങ്ങൾ കൂടെ ഇതിന്റെ ഫുൾ ഫലം പറഞ്ഞതിൽ ഇങ്ങനെയുള്ള ദേവിയെക്കൂടെ മന്ത്രങ്ങളെ ചൊല്ലിയതിനെ പറ്റി. ഇവിടെ അമേരിക്കയിൽ പലരും അഗ്നോസ്റ്റിക് ആണത്. ദൈവം കാണും, ദൈവമുണ്ട്, അവർക്ക് അതൊരു പ്രശ്നമല്ല ആൾക്കാർക്ക്. ഇവിടെ കാണുന്ന പ്രാചീന ഈജിപ്തിലെ പുരോഹിതന്മാർ രാജകീയ ശക്തിയും ആനുകൂല്യങ്ങളും ആസ്വദിച്ചിരുന്നു. 5 പേർ വീണുപോയി എന്ന പ്രയോഗത്തിലൂടെ മുകളിൽ വിരിച്ച സാമ്രാജ്യങ്ങളെയാണ് യോനാൻ അർത്ഥമാക്കുന്നത്. അതിനുശേഷം പറയുന്നത് ഒരുത്തനുണ്ട് എന്നാണ്. ഇത് പ്രാചീന ബാബിലോണിലെ ശീനാർ സമഭൂമിയിൽ ഉടലെടുത്ത അതേ ദുരാചാരങ്ങളും വിഗ്രഹാരാധന നിറഞ്ഞ റോമാ സാമ്രാജ്യമാണ്. അത്
ദൈവത്തിനുണ്ടെന്ന് പറയും. ഇതാണ് യോഹന്നാന്റെ ദർശനത്തിലെ 6ാമത്തെ രാജ്യം എന്ന് പറയുന്നത്. 7ാമത്തെ രാജ്യം അല്ലെങ്കിൽ 7 തലയെന്നാണല്ലോ പറയുന്നത്. തലയെക്കുറിച്ച് ഒരിക്കലും അതെ, യോഹന്നാന് ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് അവിടെ. മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഇത് 17ന്റെ 16ാം വാക്യത്തിലാണ് നമ്മൾ വായിച്ചത്. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞോന്ന് ഇരിക്കേണ്ടതാകുന്നു. ഇത് റോമാ സാമ്രാജ്യത്തിന്റെ ഭാവി നവീകരണത്തെ കാണിക്കുന്നു. 6 തലകളിൽ നിന്നും വ്യത്യസ്തമായി 7ാമത്തേതിന് 10 കൊമ്പുകളുണ്ട്. പഴയ റോമാ സാമ്രാജ്യത്തിന്റെ തലയിൽ നിന്നും വിശ്വാസമർപ്പിച്ചിട്ടുള്ള 10 രാജ്യങ്ങൾ കൊണ്ടാണ് 7ാമത്തെ സാമ്രാജ്യം സ്ഥാപിച്ചിരിക്കുന്നത്. 6ാമത്തെ രാജ്യം റോമാ സാമ്രാജ്യത്തിന്റെ ഇതിന്റെ അസ്തിത്വം നിലവിലുള്ള യൂറോപ്പിലായിരിക്കാം. അതിപ്പോ റോമാ സാമ്രാജ്യം ഉണ്ടായിരുന്നു, പിന്നെ ഇല്ലാതായി. ഇപ്പം പിന്നെയും റോമാ സാമ്രാജ്യം വീണ്ടും വരുമെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം റോമാ സാമ്രാജ്യം ഇല്ലാതായെങ്കിലും ആ റോമൻ സിസ്റ്റമാണ് ലോകത്തിൽ നടക്കുന്നത്. നിയമങ്ങളെല്ലാം പാശ്ചാത്യ രാജ്യങ്ങളെ നിയമങ്ങളെല്ലാം ജൂറിസ്പ്രുഡൻസ് റോമൻ സിസ്റ്റം അനുസരിച്ചാണ്. ഇന്ത്യയുടെ ഭരണഘടന തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലെ ഇംഗ്ലണ്ടിലെയൊക്കെ വെച്ചാണ് എഴുതിയിരിക്കുന്നത്. റോമൻ സിസ്റ്റമാണ് ലോകം മുഴുവൻ ഇപ്പോഴും. അത് റോമാ സാമ്രാജ്യമായിട്ടില്ലെങ്കിലും. അപ്പൊ യൂറോപ്യൻ കോമൺ മാർക്കറ്റിൽ ഇപ്പോൾ 27 രാജ്യങ്ങളുണ്ട്. ഇനിയും പലരും യോജിക്കണമെന്ന് പറയും. ചിലപ്പോൾ 30 ഒക്കെ ആയിരിക്കാം. അങ്ങനെ 10 രാജ്യങ്ങളാകുന്ന 10 രാജ്യങ്ങൾ പല രാജ്യങ്ങളായിട്ട് നമുക്ക് മനസ്സിലാകാം. അവസാന സമയത്ത് വരുമ്പം പല രാജ്യങ്ങളുടെ അതിർത്തികളും അതെല്ലാം യോജിച്ച് 10 രാജ്യമായിട്ട് തീരും. യൂറോപ്യൻ യൂണിയന് അത് 30 ആയാലും 35 ആയാലും 10 രാജ്യമായിട്ട് ആ സമയത്ത് അങ്ങനെ വിഭജിക്കപ്പെട്ടു. അപ്പൊ ബാബിലോണിലെ മിളച്ച നിറഞ്ഞ മാർമിക മതത്താൽ അത് നിറയപ്പെടുമെന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഈ 9 ആനയും 2 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഇത് തീർന്നില്ല. സോറി, വരുന്ന ഒരാഴ്ചയുടെ കുറച്ചുകൂടി എടുക്കേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അടുത്ത അധ്യായത്തിലേക്ക് പിന്നെ ഇത് തീരാറായി. 3-4 മിനിറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് തീർക്കാം. എടുത്ത ഇന്നിപ്പം കുറച്ചു പേരേ ഉള്ളൂ. അതുകൊണ്ട് 18ാം അധ്യായത്തില് ഉപസംഹാരം പറഞ്ഞിട്ട് വരുന്ന ആഴ്ച ഒരു 5 മിനിറ്റ് പറഞ്ഞേച്ച് പിന്നെ 18ാം അധ്യായത്തിലേക്ക് കയറാം. 3-4 മിനിറ്റും കൂടെ മതിയെങ്കിൽ ഇപ്പം കുഴപ്പമില്ല. ഞങ്ങൾ ഇന്ന് നമ്പർ കുറവാണ് ആളുകൾക്ക്, അതുകൊണ്ട് സാരമില്ല. ഓക്കെ. അപ്പൊ പഴയ ലോകശക്തികളെയും അവയെ ബാബിലോണിയ വേശ്യ ചതിക്കുന്നതും യോഹന്നാനെ വിശാലമായി കാണിച്ചതിന് ശേഷം ദൂതൻ മൃഗത്തിന്റെ അവസാന രൂപത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുകയാണ്. എന്നിട്ട് ദൂതൻ പറയുന്നു, ആ മൃഗം ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വീണ്ടും അസ്തിത്വത്തിലേക്ക് വരുന്നതും നശിക്കുന്നതുമാകുന്നു, നാശത്തിലേക്ക് പോകുന്നു. യോഹന്നാന്റെ കാലത്ത് നിലനിന്നിരുന്ന റോമാ സാമ്രാജ്യത്തിന്റെ ഒരു ദിവസം അതിന്റെ അസ്തിത്വം ഇല്ലാതായി. അപ്പം നമുക്കറിയാമല്ലോ, പിന്നെ റോമാ സാമ്രാജ്യം ഇല്ലാതായതിന്റെ അസ്തിത്വം. ഇനിയും അതിന് അസ്തിത്വം ഉണ്ടാകുകയും അത് പിന്നെ പരിപൂർണമായി അതിനെ പരിപൂർണമായിട്ട് നശിക്കും ചെയ്യുന്നതാണ്. ഈ മ്ലേച്ഛത നിറഞ്ഞ സ്ത്രീ ആ സിസ്റ്റം, റോമൻ സിസ്റ്റം, ബാബിലോണിയ സിസ്റ്റം പരിപൂർണമായിട്ട് നശിക്കും. ബാബിലിൽ തുടങ്ങിയ നിമ്രോദ് തുടങ്ങിയ ആ സിസ്റ്റം അവസാനം വരെ എല്ലാ സാമ്രാജ്യങ്ങളും അത് എംബ്രേസ് ചെയ്തു. എന്നാൽ അത് അവസാനം നശിക്കും. റോമാ സാമ്രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അതിന്റെ അധോഗതിയായ സ്വയം നശിച്ചത് അത്രേ, അല്ലാതെ ആരും നശിപ്പിച്ചതല്ല എന്ന് കാണാം. ഇത് ഇംപ്ലോഡ് ചെയ്യായിരുന്നു. അതിനെ ആരും നശിപ്പിച്ചതല്ല. 15 നൂറ്റാണ്ടുകളോളം റോമാ സാമ്രാജ്യം വിജയക്ഷമയുള്ള രാഷ്ട്രീയ ശക്തിയായി നിലനിന്നിട്ടില്ല. ഇന്നത്തെ യൂറോപ്യൻ യൂണിയൻ ഉയർത്തെഴുന്നേറ്റ റോമാ സാമ്രാജ്യത്തിന്റെ അടിസ്ഥാന തത്വരൂപമായിട്ടാണ് അത് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഭാവിയിൽ ഞാൻ 4 മിനിറ്റ് എന്ന് പറഞ്ഞാലും ഇപ്പം ഇത് തീർന്നു. ദൈവം അനുവദിച്ചാൽ വരുന്ന ആഴ്ച 18ാം അധ്യായത്തിൽ തുടങ്ങാം. അപ്പൊ ഈ ബാബിലോണിൽ അവിടെ നിമ്രോദ് തുടങ്ങിയ സിസ്റ്റം അതിന്റെ മൂർധന്യാവസ്ഥയിൽ അതിന്റെ മൂല്യച്യുതിയിലേക്ക് ഇന്ന് ലോകം മുഴുവൻ ദൈവവും ദേവനും ഇല്ലാതെ അതിക്രമണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവം അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടും. ദൈവം ഇടപെടും. അന്തിക്രിസ്തു തന്നെ ഈ സഭയെ, വ്യാജസഭയെ നശിപ്പിക്കും. എന്നാൽ യേശുക്രിസ്തു വന്നിട്ട് അന്തിക്രിസ്തുവിനെ നശിപ്പിക്കും. അങ്ങനെ ഈ ലോകത്തിന്റെ രാജാവായിട്ട് വാഴാൻ പോവുകയാണ്. ആ പ്രത്യാശയാണ് നമുക്കുള്ളത്. ദൈവം നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു.